നാടിനെ ആകെ തുടച്ചു നീക്കിയ മഹാദുരന്തം. അതിജീവനത്തിനായി കരങ്ങൾ തേടുന്ന മനുഷ്യർ. ആ മണ്ണിൽ നിന്നാണ് മനസ്സിനൊരൽപ്പമാശ്വാസം നൽകുന്ന വാർത്ത. അൻസിലും ഫിദ ഫാത്തിമയും. തോരാതെ മഴ പെയ്ത ആ ഭയാനക രാത്രിയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു. നല്ല മഴയാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു സേഫായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കണം. അപ്പോൾ അവൾ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല, അല്ല ചെറിയ മഴയല്ലേ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാന്നിട്ട് ഫോൺ വെച്ചിട്ട് ഞാൻ പോയി. പിന്നെ വന്നിട്ട് ഞാൻ അവൾ ഫോൺ എടുക്കില്ല. അപ്പോൾ എനിക്കൊരു പേടിയായി. ഇപ്പോൾ ഈ ലൈവ് കാണുമ്പോഴാണ് അറിയണത് ഇങ്ങനെ ചൂരമല മുണ്ടക്കായി പുതിരിമട്ടം പോയിക്കണെന്നൊരു കാര്യം. അൻസിൽ സുഹൃത്തുക്കളെയും കൂട്ടി മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പാഞ്ഞെത്തി. വരിവരിയായി മൃതദേഹങ്ങൾ. എങ്ങും ആംബുലൻസുകളുടെ നിലവിളി ശബ്ദം മാത്രം. മൃതദേഹങ്ങൾ കുളിപ്പിക്കാൻ സന്നദ്ധനായി. അവളെ ബോഡി വരികയാണെങ്കിൽ അവസാനമായിട്ട് നോക്ക് കാണാൻ വിചാരിച്ചു. കാരണം ഫോൺ എടുക്കില്ല, ഞാൻ വിചാരിച്ച് മരിച്ചു പോയിട്ടുണ്ടാവുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പന കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളും മരിച്ചിട്ടുണ്ടാവുന്നു. എൻ്റെ ബേക്കിൽ തന്നെ അവളെ മാമന്മാരൊക്കെ കൊണ്ടുവന്നും ചെയ്തു. അപ്പം എനിക്ക് കൂടുതൽ പേടിയായി. മാമന്മാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവരൊക്കെ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ദുരന്തമുണ്ടായി 8ാം നാളാണ് അൻസിലിന്റെ ഫോണിലേക്ക് സുഹൃത്തിന്റെ നമ്പറിൽ നിന്ന് വിളിയെത്തിയത്. ഫിദ സുരക്ഷിതയായി ക്യാമ്പിലുണ്ട്. കണ്ണുകൾ വിടർന്നു. മുഖത്ത് പുഞ്ചിരി മൊട്ടിട്ടു. ഓളില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ലല്ലോ. അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. 8 ദിവസം കഴിഞ്ഞ് അവളെ കിട്ടിയപ്പോൾ എൻ്റെ ഒരു ജീവൻ കുയ്യിലും ഞാൻ മരിച്ചു കടന്നിട്ട് നീച്ചു വന്ന പോലെ തോന്നി. അത്രക്കൊരു സന്തോഷം എനിക്ക് വന്നു. വേദനകൾ മായും. ഉടൻ ഒന്നാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഫിദയും അൻസിലും ഇപ്പോൾ. മാതൃഭൂമി ന്യൂസ്, വയനാട്.